ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ മുടി ഇത്രയും വലുതായിട്ടുണ്ട്, ഇത്രയും നീളം വെച്ചിട്ടുണ്ട്, നല്ല ഇറക്കുണ്ട്, നല്ല നീളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അടിഭാഗം കണ്ടില്ലേ, തീരെ തിക്നെസ് അല്ല. അപ്പോൾ ഞാൻ കരുതി ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വെട്ടാമെന്ന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് മുടിയൊക്കെ രണ്ട് സൈഡിലേക്കും ചടയൊക്കെ തീർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഞാൻ അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ ഒന്ന് വെട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ വെട്ടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ പാർലറിലൊക്കെ പോയിട്ടാണ് സാധാരണ കട്ട് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പാർലറൊന്നും പോയിട്ട് വെട്ടണ്ട, നമ്മൾ മുടിയൊക്കെ വെട്ടുമ്പോൾ ഒരുപാട് അവർ കയറ്റി വെട്ടാറുണ്ട്. അതായത് ഒന്നുകൂടി ഭംഗിയായിട്ട് വരാനായിട്ട് ആ തിക്നെസ്സൊക്കെ ഉള്ള ഭാഗത്തേക്ക് കയറ്റിയിട്ട് വെട്ടാറുണ്ട്. നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർ ആ ഒരു ലെവലിൽ നിന്ന് കുറച്ചും കൂടി കയറിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ മുടി കട്ട് ചെയ്യാറ്. അപ്പോൾ കുറേ നാളായിട്ടുണ്ട് മുടി വെട്ടിയിട്ട്. ഞാൻ തന്നെയാണ് വെട്ടാറ് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. അങ്ങനെ പാർലറിലൊന്നും പോയിട്ട് വെട്ടാറില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ പാർലറിൽ പോയിട്ട് വെട്ടുമ്പോൾ അവർ ലെങ്ത്ത് കുറച്ചുകൂടി കയറ്റിയിട്ട് വെട്ടും. മുടിയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് അവർ കയറ്റി വെട്ടും. എനിക്ക് കുറച്ചും കൂടി ഇപ്പോഴത്തെ ഒരു ഇതിൽ എനിക്ക് കുറച്ചും കൂടി ഹെയർ ലെങ്ത്ത് കുറച്ച് വേണമെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ കയറ്റി കട്ട് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പാർലറിൽ പോയിട്ട് കട്ട് ചെയ്യാതെ ഞാൻ തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. സാരിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത്ത് ഉള്ളത് കാണാൻ ഭംഗിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ കട്ട് ചെയ്യാനായിട്ട് മുടിയൊക്കെ ഒതുക്കി ബണ്ണൊക്കെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ പോവാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഹെയറിൻ്റെ കെയറിങ്ങൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇനി നല്ല രീതിയിൽ ഹെയറൊക്കെ നോക്കിയെടുക്കണം, എന്നാലാണ് മുടിക്ക് ഒന്നും കൂടി തിക്നെസ്സൊക്കെ വരുള്ളൂ. പിന്നെ നന്നായി ഹെയർ ഫോളിംഗ് ഒക്കെ ഉണ്ട്. ഈ ക്ലൈമറ്റും ഈ കൊറോണ ഒക്കെ വന്നതിന് ശേഷം നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറവും മുടിയിൽ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ തിക്നെസ് കുറവാണ് കൂടുതൽ. പിന്നെ അതുപോലെ ഹെയർ നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം മുടി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മുടി കൊഴിച്ചിൽ കുറയും നമുക്ക്, അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ തോന്നുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ ഇപ്പോൾ ഒരു ഒരു ലെങ്ത്ത് കഴിഞ്ഞാലാണ് മുടിക്ക് തിക്നെസ് കുറവ്. അപ്പോൾ കുറച്ച് ഇറക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് മുടി ഈരിയിട്ട് ബണ്ണൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് കണ്ടില്ല. എൻ്റെ മുടിയുടെ ഷേപ്പ് കണ്ടില്ലേ, അടിയിലേക്ക് പോകുന്നവരും ഇങ്ങനെ കുറച്ച് വി ഷേപ്പിൽ, അത്രയും നല്ല ഡീപ്പ് വീലാണ് ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല രസമായിരുന്നു അത് കട്ട് ചെയ്തത് കാണാൻ വേണ്ടി. പിന്നെ അന്ന് നമ്മൾ റീബോണ്ടിങ് സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ സ്ട്രെയിറ്റിങ് ചെയ്തതൊക്കെ മാറി നമ്മളെ ഒറിജിനൽ മുടിയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ കുറേ കാലമായിട്ട് മുടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ നിർത്താറാണ് പതിവ്. പക്ഷേ എന്നാലും ആ വി ഷേപ്പ് ഇതുവരെ മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് നമ്മളിന്ന് സ്ട്രെയിറ്റ് കട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് അടിയിൽ ഒരു ബണ്ണും കൂടി നമ്മൾ ഇട്ടിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് കയറ്റി കട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ മുറിച്ചെടുത്തോട്ടെ. ഇത്രയും ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. വലിയ കാര്യമൊന്നുമില്ല, തിക്നെസ് അവിടെ കുറവാണ്. അപ്പോൾ ഞാൻ ഇത്ര ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കാം കേട്ടോ. ചില ഭാഗങ്ങളിൽ ലെങ്ത്ത് കറക്റ്റായിട്ട്, അതായത് ലെവൽ ചെയ്തിട്ട് വന്നിട്ടില്ല എങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊക്കെ ഊരി ഒന്ന് ചെറുതായിട്ട് ചെരിച്ചിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ലതാണ് ഹെയറിന്. പിന്നെ നമ്മൾ ഹെയർ എന്തായാലും ശ്രദ്ധിച്ചാൽ മാത്രമേ അതിനനുസരിച്ച് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് നീളം വയ്ക്കുകയുള്ളൂ, അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വളരുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെ മുടി അങ്ങനെ കെയർ ചെയ്യാറില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ ഹെൽമെറ്റൊക്കെ വയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് താരനൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കാൻ വിചാരിച്ചാലും ചില സമയത്ത് നമുക്ക് സാധിക്കില്ല. അപ്പോൾ മറ്റുള്ളവർ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ ആ താരൻ നമ്മുടെ ഹെൽമെറ്റിൽ കൂടെ നമുക്കും കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഹെയറൊക്കെ കുറേയൊക്കെ അങ്ങനെ കൊഴിഞ്ഞു പോകാൻ ഉണ്ടായത്. അപ്പോൾ നമ്മളിതൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ മുടി. ഇപ്പോൾ ഞാൻ ഇതുപോലെ മുന്നിലും കുറേയൊക്കെ ഫ്രണ്ടിൽ, അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് സൈഡിലുമായിട്ട് ഷോർട്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒക്കെ വളർന്നിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഇപ്പോൾ ഷേപ്പ് ചെയ്യുന്നില്ല. നമ്മൾ കട്ട് ചെയ്ത ലെങ്ത്തിനനുസരിച്ച് വളരട്ടെ എന്ന് കരുതിയിട്ട് അതും അങ്ങനെ കട്ട് ചെയ്യാതെ നിർത്തിയിരിക്കണം കേട്ടോ. എല്ലാം ഒരേ ലെവലിൽ വളർന്ന് വരട്ടെ എന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ ഞാനിപ്പോൾ എൻ്റെ മുടി വെട്ടിയപ്പോൾ എൻ്റെ മോൾക്കും വെട്ടണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അവൾക്കും അത്യാവശ്യം ലോങ് ഹെയറാണ്. ഞാനങ്ങനെ വെട്ടാതെ ഇങ്ങനെ കൊണ്ട് നടക്കുക, നന്നായി കെയർ ചെയ്തിട്ട് കൊണ്ട് നടക്കുക കേട്ടോ. ഇപ്പോൾ അവൾക്കും എന്താ പറയുക, സ്കൂളിലൊക്കെ പോകുമ്പോൾ മുടി കെട്ടി വയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും മടിയും ഒക്കെ ആയിട്ട് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ നാളായി വാശി പിടിക്കുന്നത്. ഇനി മോളുടെ മുടിയും ഇതുപോലെ പാർലറിൽ കൊണ്ടുപോയിട്ട് വെട്ടിയ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ നേരെ പോയിട്ട് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ല ലെങ്ത്ത് ഉണ്ടായിരുന്ന ഹെയർ ആയിരുന്നു. ഇപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തു. രാവിലെയൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ തലയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലോങ് ഹെയറൊക്കെ. പക്ഷെ കുറേ കാലം നമ്മളങ്ങനെ കൊണ്ട് നടന്നു. പിന്നെ ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ മാറണമല്ലോ.